Good morning. അപ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആണ്. അതിൽ വരുന്നതാണ് ഇൻവെൻട്രീസ്. അപ്പോൾ ദ ടേം ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് ഏതെല്ലാം അതിൽ വരുന്നത്? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, സ്പെയർ പാർട്സ്, പാക്കിംഗ് മെറ്റീരിയൽസ് എക്സെട്ര. ഓഡിറ്റർ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഹി ഷുഡ് വെരിഫൈ ദ സ്റ്റോക്ക് റെക്കോർഡ്സ് ആൻഡ് ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് purchases, issues and the balances with goods received note, issue notes, bin card etc. അപ്പം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് വെരിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി. അതായത് ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ബൈ മാനേജ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻവെൻട്രി ഷോയിങ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് മേജർ ഐറ്റം ഫോർ റെസീപ്റ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസസ് വിത്ത് റെഫറൻസ് ടു ദ റെലവൻറ്റ് ബേസിക് ഡോക്യുമെൻറ്റ്സ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണെന്നുള്ളത്. ഗുഡ്സ് റിസീവ് നോട്ട്, മെറ്റീരിയൽ ഇഷ്യൂ നോട്ട്, ബിൻ കാർഡ് എക്സെട്ര. ഇനി അറ്റൻഡൻസ് അറ്റ് ഇൻവെൻട്രി ടേക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ഇൻസ്പെക്ടിംഗ് ദ ഇൻവെൻട്രി ടു എസർടൈൻ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് ഇവാലുവേറ്റ്സ് ഇറ്റ്സ് കണ്ടീഷൻ, ദെൻ പെർഫോമിംഗ് ടെസ്റ്റ് കൗണ്ട്, then observing compliance with management's instructions and the performance of procedure for recording and controlling the results of the physical inventory count and obtaining audit evidence as to be as എന്താ പറയുക to the reliability of management's count procedure. അപ്പോൾ ഇങ്ങനെ ഇൻവെൻട്രി ടേക്കിങ്ങിൽ നേരിട്ട് വേണമെങ്കിൽ പങ്കാളിയാവാം. then obtaining confirmation from third parties, അതായത് where significant inventories of entity are held by third parties, the auditor should examine that whether such holding is proper and obtain a confirmation from those third parties by reference to എന്താ പറയുക SA 505, അത് എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നേരിട്ട് സ്റ്റോക്ക് എടുക്കുന്നതിന് പകരം തേർഡ് പാർട്ടീസിൻ്റെ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ദെൻ എക്സാമിനേഷൻ ഓഫ് ഇത് നോക്കാം. അതായത് ഈ വെരിഫിക്കേഷൻ്റെ സമയത്ത് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്നുള്ളത്. അത് വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് എന്താ പറയുക നോർമലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആസ് ഡെൽറ്റ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS2. വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രീസിൽ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. Then inventories have been disclosed properly in the financial statements in accordance with Schedule 3. ഇത്രയും കാര്യം കൂടെ നോക്കണം. Then one more point, the auditor should particularly examine whether appropriate allowance has been made to for defective അല്ലെങ്കിൽ damaged or obsolete and slow moving inventories in determining net realizable value. വെറുതെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിനും മറ്റേ എന്താ പറയുക സാധാ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല. ദെൻ അനലിറ്റിക്കൽ റിവ്യൂ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട് സ്റ്റോക്ക് ടേക്കിങ്ങിൽ വെരിഫിക്കേഷനിൽ. അതായത് ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് ട്രെൻഡ്സ് ആൻഡ് റേഷ്യോസ് ഓഫ് ഇൻവെൻട്രീസ് ടു ഐഡൻറ്റിഫൈ എനി abnormal deviations including investigation of those deviations. For example, comparison of current year closing inventory, gross profit ratio with previous year etc. പിന്നെ വേറൊരു പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആസ് പെർ ക്ലോസ് 2 ഓഫ് പാര 3 ഓഫ് കമ്പനീസ് ഓർഡർ 2016, അതിനാണ് CARO 2016 എന്ന് പറയുന്നത്. ഓഡിറ്റർ ഹാസ് ടു റിപ്പോർട്ട് ഓൺ വെദർ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി ഹാവ് ബീൻ കണ്ടക്റ്റഡ് അറ്റ് റീസണബിൾ ഇൻ്റർവെൽസ് ബൈ ദി മാനേജ്മെൻറ്റ് and whether any material discrepancies were noticed and if so whether they have been properly dealt with in the books of accounts. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. പിന്നെ ഈ അനലിറ്റിക്കൽ പ്രൊസീജിയറിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട് വെരിഫിക്കേഷൻ ഓഫ് ഇൻവെൻട്രി. അതായത് ഓഡിറ്റർ ക്യാൻ അഡോപ്റ്റ് ദ ഫോളോയിങ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ടു വെരിഫൈ ദ ഇൻവെൻട്രീസ് എന്നാണ് പറയുന്നത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിക്കൺസിലിയേഷൻ ഓഫ് ഓപ്പണിംഗ് ഇൻവെൻട്രീസ്, purchases, production, sales and closing inventories. Then comparison of closing inventory quantities and the amounts with those of the previous year. And comparison of inventory turnover ratios for the current year with that of the previous year. And the industry standards if available അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ദെൻ കമ്പാരിസൺ ഓഫ് ക്ലോസിങ് ഇൻവെൻട്രി, അതായത് റോ മെറ്റീരിയൽസ് പിന്നെ ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ,
അതെല്ലാം എന്താക്കാന്നാ പറയുന്നത് വിത്ത് ദ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് ഓഫ് ദ പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്ത് നോക്കാം. ആൻഡ് കമ്പാരിസൺ ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് കറൻറ്റ് ഇയർ ഇൻവെൻട്രി ക്വാണ്ടിറ്റീസ് ആൻഡ് എമൗണ്ട്സ് വിത്ത് ദ കറൻറ്റ് ഇയർ സെയിൽസ് ആൻഡ് പർച്ചേസസ് വിത്ത് ദ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് ഓഫ് ദി previous year. Then comparison of current year's gross profit ratio of the previous year, and comparison of yield with the corresponding figure for the previous year, and comparison of actual inventory purchase and sales figures with the budgeted figures if available, and comparison of raw material yield or wastage with previous year figures, and comparison of significant ratios relating to inventories with the similar ratios of the firms in the same industry. Then the exact nature of analytical review procedure to be applied in a specific situation is a matter of professional judgment of the auditor എന്നാണ് പറയുന്നത്. പിന്നെ ഓരോന്നായിട്ട് പറയുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അതായത് മെത്തേഡ്സ് ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ്, വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, പല മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, ആവറേജ് കോസ്റ്റ് മെത്തേഡ്, ഫിഫോ, ലിഫോ, ബേസ് സ്റ്റോക്ക് മെത്തേഡ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. ഈ എന്താ പറയുക, കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വാല്യൂ എസർടൈൻ ചെയ്യും. രണ്ട് രീതിയിലുണ്ട്. അതായത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വെച്ചിട്ടും നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കോസ്റ്റിങ്ങിൽ പഠിച്ചതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഈ ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ ഇൻ കണക്ഷൻ വിത്ത് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഒന്ന് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡാണ് പറയുന്നത്. പിന്നെ വെരിഫൈങ് ദ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ദെൻ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി സെപ്പറേറ്റ്ലി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വൈൽ വേരിയിങ് ആൻഡ് വാല്യൂയിങ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇൻവോൾവ് എ ടെക്നിക്കൽ എക്സ്പേർട്ട് ഇൻ വെരിഫിക്കേഷൻ ആൻഡ് വാല്യൂഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇഫ് നെസസറി. ദെൻ എൻഷുർ ദാറ്റ് കോസ്റ്റ് ഷീറ്റ്സ് ആർ ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ വർക്ക്സ് മാനേജർ. Then test the correctness of cost sheet by verification quantities, cost of material, wages and other charges with reference to the record. And verify stage of completion with a component of cost involved with underlying records. And compare the unit cost as shown by the cost sheet with standard cost for any large variations. Ensure that allocation of overhead expenses have been made as a reasonable basis, same as used in earlier period, and that total of overhead expenses does not include any amount in respect of selling, distribution and office expenses. And compare the cost sheet in detail with that of the previous year. അതായത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, ഈ സംഭവങ്ങളൊക്കെ കറക്റ്റാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എൻഷുർ ദാറ്റ് ദ വർക്ക് ഇൻ പ്രോഗ്രസ് ആസ് അറ്റ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഹാവ് ബീൻ അപ്രോപ്രിയേറ്റ്ലി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് പെർ റിക്വയർമെൻറ്റ്സ് ഓഫ് പാർട്ട് 1 ഓഫ് ഷെഡ്യൂൾ 3 ടു കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇഫ് കമ്പനി ഹാസ് എ സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ വർക്ക് മാനേജർ എടുക്കുന്ന ഓഡിറ്റ് ഷുഡ് ചെക്ക് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്. ബേസിസ് ഓഫ് വാല്യൂഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഏതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എന്താ പറയുക, ലാസ്റ്റ് ഇയേഴ്സ് ഏത് മെത്തേഡാണോ വെച്ചിരിക്കുന്നത് അതേപോലെ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി മെയിൻറ്റെയിൻ when there is no cost accounting department. Work in progress should be valued at cost price, which includes cost of materials, direct wages and direct expenses. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്ക് ഡെറ്റ്സ് ആണ്. അതായത് സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതായത് ഓഡിറ്റർ ഷുഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് റിഗാർഡിംഗ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഫോർ ക്രെഡിറ്റ് സെയിൽസ്.
അതായത് വെരിഫൈ റിട്ടേൺ ഇൻവേർഡ്സ് അലവൻസസ് ഡിസ്കൗണ്ട് അലൗഡ് ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് എക്സെട്ര ആർ ഡ്യൂലി ഓതറൈസ്ഡ് ആൻഡ് അക്കൗണ്ടഡ്. ഇൻഡിവിജ്വൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. Then examine the collectability of debtors and see that adequate provisions has been made for bad and doubtful debts in the profit and loss account, and you should also get the confirmation of debtors. ദെൻ ഡിസ്ക്ലോഷർ നോംസ് പറയുന്നത് ഏതാണ്? ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 6 ഓഫ് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്, അത് പ്രകാരമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് ഡെറ്റ്സ് കൺസിഡേർഡ് ഗുഡ് ആൻഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് കമ്പനി ഈസ് ഫുള്ളി സെക്യൂർഡ്. അതായത് ഷെഡ്യൂൾ 6 എങ്ങനെയൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഗുഡ് ഡെറ്റ്സ് വേറെ തന്നെ കാണിക്കുക. ഗുഡ്സ് കൺസിഡേർഡ് ഗുഡ് ഫോർ വിച്ച് കമ്പനി ഹോൾഡ് നോ സെക്യൂരിറ്റി അതർ ദാൻ ഡെറ്റേഴ്സ് പേഴ്സണൽ സെക്യൂരിറ്റി. ദെൻ ഡെറ്റ്സ് കൺസിഡേർഡ് ഡൗട്ട്ഫുൾ ഓർ ബാഡ്, ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. ഇനി ഡെറ്റ്സ് ഡ്യൂ ബൈ ഡയറക്ടേഴ്സ് ഓർ അതർ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി ഓർ എനി ഓഫ് ദം ഈതർ സെവറലി ഓർ ജോയിൻ്റ്ലി വിത്ത് എനി അതർ പേഴ്സൺ ഓർ ഡെറ്റ്സ് ഡ്യൂ ഫ്രം ഫേംസ് ഓർ പ്രൈവറ്റ് കമ്പനീസ് in which director is a partner or director or member are to be treated separately. ദെൻ ബിൽസ് റിസീവബിൾ ആണ് അടുത്ത് പറയുന്നത്. ബിൽസ് റിസീവബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽസ് റിസീവബിൾ ബുക്ക് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. യു ഷുഡ് കോൾ ഫോർ എ സർട്ടിഫൈഡ് ഷെഡ്യൂൾ ഓഫ് ബിൽസ് ഇൻ ഹാൻഡ് ആൻഡ് ഓൾസോ എൻഷുർ ബിൽസ് ആർ പ്രോപ്പർലി ഡ്രോൺ, സൈൻഡ് by the acceptor and are properly stamped. Should also verify bills discounted, bills dishonored, bills deposited in bank, endorsed to creditors and bills dishonored. ഓരോന്നും പ്രത്യേകം ചെക്ക് ചെയ്യാം. ദെൻ ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ നോക്കുന്ന സമയത്ത് ലോൺസ് ഗിവൺ ബൈ ദ ക്ലയൻറ്റ് ഫേം ടു ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, സബ്സിഡിയറീസ് ആൻഡ് അഡ്വാൻസ് പേയ്മെൻറ്റ്, ഇതെല്ലാം ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ വരും. ദീസ് ആർ ജനറലി അൺസെക്യൂർഡ് ആൻഡ് റീപേയബിൾ വിത്തിൻ 1 year. ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷുഡ് വെരിഫൈ ദി എമൗണ്ട് ഓഫ് ലോൺ വിത്ത് ടേംസ് ഓഫ് എഗ്രിമെൻറ്റ് ഇഫ് എനി, ആസ് റിഗാർഡ്സ് എമൗണ്ട് അഡ്വാൻസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റീപേയ്മെൻറ്റ് ടേം എക്സെട്ര, ആൻഡ് ഓൾസോ വെരിഫൈ ദി എമൗണ്ട് ഡ്യൂ ബൈ കൺഫർമേഷൻ ഫ്രം ദ പാർട്ടീസ് ആൻഡ് സീ ദാറ്റ് പ്രോപ്പർ ഡിസ്ക്ലോഷേഴ്സ് ആർ മെയ്ഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ്. ഇതെങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആസ് ആൻഡ് വെൻ ക്യാഷ് ഇസ് നീഡഡ് ബൈ ദി ബിസിനസ്. So auditor should verify short-term investments on the same lines as followed for long-term investments. അതായത് ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒക്കെ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ട്രീറ്റഡ് അപ്രോപ്രിയേറ്റ്ലി ഇൻ ദ ബുക്സ്. അതേപോലെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി വാല്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അതായത് പറയുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലോവർ ആൻഡ് ദാറ്റ് എമൗണ്ട് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. പിന്നെ പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എക്സിസ്റ്റിംഗ് ഇൻ ദ ബിസിനസ് റിഗാർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. അതായത് ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിസിറ്റ്സ് ദ ബിസിനസ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, കൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡ്, കമ്പയർ ഇറ്റ് വിത്ത് ദ ബാലൻസ് ആസ് ഷോൺ ഇൻ ദി ക്യാഷ് ബുക്ക്. ഓക്കെ. പിന്നെ പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ ഓഡിറ്റർ ടു വിസിറ്റ് ദ ബിസിനസ് ആൻഡ് കൗണ്ട് ദ ക്യാഷ് ഹിംസെൽഫ്, ഈ ഷുഡ് വിസിറ്റ് ദ ബിസിനസ് ഓൺ എ സബ്സിക്വൻറ്റ് ഡേ ആഫ്റ്റർ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഈ ഷുഡ് വെരിഫൈ ദ ക്യാഷ് ബാലൻസ് ബൈ ചെക്കിംഗ് ദ ബാലൻസ് ഓഫ് ക്യാഷ്, receipts and payments of cash in between the dates of balance sheet and date of the visit. പിന്നെ ചോദിക്കുക ഓഡിറ്ററിന് വേണമെങ്കിൽ ഈ ഷുഡ് ആസ്ക് ദ ക്ലയൻറ്റ് ടു ഡെപ്പോസിറ്റ് ദ ഹോൾ ഓഫ് ദ ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഇൻ ടു ദ ബാങ്ക്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? പാസ്ബുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ക്യാഷ് ഇൻ ഹാൻഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ക്യാഷ് അറ്റ് ബാങ്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഹി കമ്പയർ ദ ബാലൻസസ് ഷോൺ ഇൻ ദ ബാങ്ക് പാസ്ബുക്ക് വിത്ത് ദ ബാലൻസ് ആസ് ഷോൺ ഇൻ ദ ബാങ്ക് കോളം ഓഫ് ദി ക്യാഷ് ബുക്ക്. അവിടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹി ഷുഡ് ഒബ്റ്റെയിൻ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ FD, കറൻറ്റ് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഫ്രം, അതായത് പല രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ദെൻ ഹി ഷുഡ് ഓൾസോ വെരിഫൈ ദ ബാലൻസസ് ഓഫ് ദീസ് അക്കൗണ്ട്സ് ബൈ കമ്പയറിംഗ് വിത്ത് ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. പിന്നെ പറയുന്നത് ഫിക്റ്റീഷ്യസ് ബാങ്ക് പാസ്ബുക്ക് മേ ബി പ്രസൻറ്റഡ് ടു ഓഡിറ്റർ. ചില സമയത്ത് അതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇൻ സച്ച് സസ്പീഷ്യസ് സിറ്റുവേഷൻ auditor should obtain a certificate directly from the bank.
മനസ്സിലായോ? ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ചെക്ക് ഡെപ്പോസിറ്റഡ് ബൈ ദി ക്ലയൻറ്റ്, അതേപോലെ ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദി ബാങ്ക് ഫ്രം ദ റെക്കോർഡ്സ് ഇൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് എൻഷുർ ദാറ്റ് ദി എമൗണ്ട് ഈസ് സബ്സിക്വൻ്റ്ലി ക്രെഡിറ്റഡ് ടു ക്ലയൻറ്റ്സ് അക്കൗണ്ട്. ഹി ഷുഡ് ഓൾസോ ചെക്ക് ദ എന്താ പറയുക ചെക്സ് ഇഷ്യൂഡ് ബൈ ദി ക്ലയൻറ്റ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളുക ക്യാഷ് അറ്റ് ബാങ്കിൽ. പിന്നെ പറയുന്നത് ലോൺസ് ആണ്. ലോൺസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഓഡിറ്റർ വെരിഫൈ ചെയ്യാൻ വേണ്ടി വെരിഫൈഡ് ദ ലോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോൺ അഗ്രിമെൻറ്റ്സ് ആൻഡ് അക്നോളജ്മെൻറ്റ്സ് വിത്ത് ദ കൺസേൺ പാർട്ടീസ്. Loans may be advanced against the security of land and property. It may be advanced against the security of stocks and shares, or it may be advanced against the personal security of the borrower, or it may be against the security of insurance policy. അപ്പോൾ ഈ 4 കേസിലും ഓഡിറ്റർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലോൺസ് എഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ പവേഴ്സ് ഓഫ് പേഴ്സൺസ് ടു ഗ്രാൻഡ് ലോൺസ്. ഇനി അതേപോലെ തന്നെ കമ്പനി ആണെങ്കിൽ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ദ കമ്പനി ടു ഗ്രാൻഡ് ലോൺസ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. An auditor should inspect the minutes of board meeting which decided to grant loans. Then he should check the applications for loan and acknowledgement for the amount advanced. Also verify mortgage deed, value of property and margin of security. Examine the title deeds of the property. അതേപോലെ amount of loan, interest rate, period of loan and dates of receiving interest. Also verify the loan is outstanding for a long period, and if recovery is difficult, what actions are to be taken to recover the amount and the amount of provisions made, and also ascertain that the mortgage deed is registered and the auditor should examine the certificate of registration. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പം ലോൺ ഇസ് അഡ്വാൻസ്ഡ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ആണെങ്കിൽ യു ഷുഡ് ഗെറ്റ് ദ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് വിച്ച് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഇൻ ഫേവർ ഓഫ് ഹിസ് ക്ലയൻറ്റ്. അതുമാതിരി he should examine whether the shares are listed in a recognized stock exchange so that they can be marketed easily if necessary. Then he should find out the value of shares and stock, അതായത് amount of loan and its margin. An amount of loan advanced must be confirmed from the borrowers on the date of balance sheet. ഇനിയിപ്പോൾ if loan is advanced against the personal security of borrower, അങ്ങനെയാണ് ലോൺ ഗ്രാൻഡ് ചെയ്തതെങ്കിൽ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദി എമൗണ്ട് ഓഫ് ലോൺ, written guarantee of the borrower, his financial position, the financial position of the surety and the terms and conditions of guarantee. ഇനി നാലാമതൊരു തരത്തിൽ വരുന്നത് അഡ്വാൻസ്ഡ് എഗെയിൻസ്റ്റ് എന്താണ്, സെക്യൂരിറ്റി ഓഫ് ഇൻഷുറൻസ് പോളിസി. അങ്ങനെയാണെങ്കിൽ ഈ ഷുഡ് എൻഷുർ ദാറ്റ് ഇൻഷുറൻസ് പോളിസി ഈസ് ആക്റ്റീവ് by examining the last receipt of premium paid, and also ascertain the surrender value of the policy, and make sure that the amount of loan is less than the surrender value, and also make sure that necessary steps have been taken for the assignment of policy in the name of the lender. Okay, thank you. So these are the verification procedure of various assets.